നമ്മുടെ കുഞ്ഞിപ്പട്ടോ ഒരു ലിവറിൻ്റെ കഷ്ണം കൊടുത്ത ചിക്കൻ്റെ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന കണ്ട ആദ്യം പാല് കൊടുത്തിട്ടോ കുറച്ച് പാല് കൊടുത്തിട്ട് ഇപ്പോൾ 2-3 പീസ് ഇട്ട് കൊടുത്തു അത് അവൻ ഇങ്ങനെ കടിക്കുന്നുണ്ട് അവന് കടിച്ചിട്ട് പൊട്ടാത്ത പോലെ ലിവറേ ആ പാത്രത്തിൽ കൊടുത്ത് എടുത്തിട്ട് നിലത്തേക്ക് ഇട്ടു കേട്ടോ എന്നിട്ടേ കഴിക്കുള്ളൂ കണ്ടോ. ഇപ്പോൾ പപ്പി രാവിലെ വന്നിരുന്നു കേട്ടോ. പപ്പിക്ക് കുറച്ച് ഇന്നലെ നമ്മൾ നോമ്പറക്കുമ്പോൾ മന്തി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് കൊടുത്തു. നമ്മുടെ മാളൂനും പൊന്നൂനും ഇന്നലെ വിട്ടിട്ടില്ല കേട്ടോ. അവർ കണ്ടോ നമുക്ക് കേൾക്കുന്നുണ്ടാവും കരയുന്നുണ്ട്. ഒന്ന് രാവിലെ കുറച്ച് തീറ്റ കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വിടുള്ളൂ. ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ വയ്യ വെയിലായി. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് അത് കഴിഞ്ഞു. വാവേ കുഞ്ഞേ അത് കഴിഞ്ഞോടാ പൊട്ട കുഞ്ഞിപ്പാ. ആ ഇത്ര മതി കേട്ടോ. ഇനി അതിലൊരു പീസുള്ളൂ അപ്പോൾ അത് ഇനി പപ്പി വരുമ്പോൾ കൊടുക്കണം. കുറച്ച് പാൽ അത്രയും കൊടുക്കുള്ളൂ കേട്ടോ. ഒരുപാട് കൊടുക്കലൊന്നുമില്ല. ഉണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പം നോമ്പായതുകൊണ്ട് പിന്നെ മീനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സമയമൊക്കെ കിടക്കും എന്നിട്ട് അങ്ങ് പോകും കേട്ടോ. പാവക്കുട്ടാ പാവേ അവനിപ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിലും അവനിവിടെ വന്നിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ അവനൊന്ന് കരയും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതല്ല ചിലർ കാണുന്നതിന് മുന്നേ അപ്പുറത്തുള്ളവരൊക്കെ ചിലപ്പോൾ ആട്ടി ഓടിക്കും കേട്ടോ. ഓടിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് പോകുന്നല്ലാതെ അവനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമല്ല. അതുപോലെ വന്ന് കിടക്കുന്നുണ്ടാവും. പാവക്കുട്ടാ നല്ലോണം മണ്ണാക്കൂട്ടോ. ചെളിയിലും തൊടിയിലും പറമ്പിലൊക്കെയാണ് അവൻ കിടക്കേ. അവൻ്റെ മേലൊക്കെ ചുവന്ന കളറുണ്ടാവും മണ്ണ് കിടന്ന് ഉരുണ്ടിട്ടേ. പിന്നെ പപ്പി രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. 2 പേരും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കടി കൂടെ ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവന് പിന്നെ അങ്ങനെ ഇവിടെ സ്ഥിര താമസമില്ല കേട്ടോ. അവൻ വരും പോവും, ദിവസം വരും. അല്ലെങ്കിൽ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ എന്തായാലും വരും കേട്ടോ. അങ്ങനെയാണ്. അവന് കുറേ ദൂരം വീടുകളിൽ കൂടെ എല്ലാം പോകും കേട്ടോ. കുറച്ച് ദൂരത്ത് കൂടെയൊക്കെ പോകും. നല്ല ഇണക്കമാണ് കേട്ടോ. നമ്മളങ്ങനെ ഉപദ്രവിക്കുക മറ്റേ കോഴിയെ പിടിക്കുക അങ്ങനത്തെ ഒരു ഉപദ്രവമല്ല കേട്ടോ. പപ്പി ഉള്ളപ്പോൾ നമ്മുടെ പോയ പപ്പി ഉണ്ടല്ലോ വണ്ടി തട്ടിയിട്ട് അവൾ ഇതുപോലെ കോഴിയുടെ വിട്ട് കഴിഞ്ഞാൽ പിന്നാലെ ഓടിക്കും. കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ പേടിച്ചിട്ട് അവളെ കാണുമ്പോഴത്തേനും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. ഇവനങ്ങനെയൊന്നുമില്ല. കുഞ്ഞിപ്പാ പാവക്കുട്ടനെ അവിടെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പാ വന്നപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.